ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ കെ എസ് ഇ ബിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒക്ടോബർ മാസത്തിൽ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് എല്ലാ ആൾക്കാരുടെയും ഏകദേശം ഒരു 750ഓളം ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. മുഴുവൻ ആൾക്കാരുടെയും ഇൻ്റർവ്യൂ ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് പൂർത്തിയാവുന്നു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? നമുക്ക് ഒക്ടോബർ മാസത്തിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിൽ പ്രകാരം ബാക്കി ഉണ്ടായിരുന്ന 249 പേർക്കും ഒക്ടോബർ മാസത്തിൽ തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡേറ്റ് കൂടി ഒന്ന് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ഡേറ്റ് നോക്കുന്ന സമയത്ത് ഒക്ടോബർ 3-നാണ് ആ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9:30 ബാച്ചിൽ 15 പേരുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 12 മണിക്ക് സെയിം ഡേ 12 മണിക്ക് 10 പേരുള്ള വേറൊരു ബാച്ച്. ദെൻ 4-ാം തീയതി രാവിലെ 15 പേരുടെ ഒരു ബാച്ച് വരുന്നുണ്ട്. അന്ന് ആഫ്റ്റർനൂണും 10 പേര് അല്ലേ. ആഫ്റ്റർനൂൺ പറയില്ല, ആക്ച്വലി 9:30 ബാച്ച് ഏകദേശം ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത് തീരുന്നതാണ്. 12 മണിയാവില്ല, 11:30-12 മണിയൊക്കെ ആകുമ്പോൾ തീരും. അതിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സാധാരണയായിട്ട് അടുത്ത ബാച്ചിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആവണമെന്നില്ല, ചിലപ്പോൾ 11:30 തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 4-ാം തീയതിയും ഇതേപോലെ 25 പേര്. ദെൻ അതിനുശേഷം 9-ാം തീയതിയാണ് കേട്ടോ. 9-ാം തീയതി 15 പേര് രാവിലെ വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർനൂണും 10 പേരുണ്ടാവും. ഓക്കെ, 10 പേര് കണ്ടോ, ഇതാണ് 10 പേര്. ദെൻ അടുത്ത ദിവസം വരുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി രാവിലെ 15 പേര്. ദെൻ ആഫ്റ്റർനൂണ് 10 പേര് കണ്ടോ, ആഫ്റ്റർനൂൺ 10 പേര്. ദെൻ അതിനുശേഷം 11-ാം തീയതിയാണുള്ളത്. 11-ാം തീയതി രാവിലെ 15 പേരുണ്ട്. ദെൻ ആഫ്റ്റർനൂണ് 11-ാം തീയതി വരുന്നത് 10 പേര്. അടുത്ത ഇൻ്റർവ്യൂ വരുന്നത് 16-ാം തീയതിയാണ് കേട്ടോ. 16-ാം തീയതിയാണ് പിന്നെ ഇൻ്റർവ്യൂ വരുന്നത്. രാവിലെ 15 പേരുടെ ഒരു ബാച്ച്. അന്ന് തന്നെ രണ്ടാമതൊരു ബാച്ച് കൂടിയുണ്ട്, രാവിലത്തെ ബാച്ച്. അതായത് 2 ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാവും. ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ 15 പേര്, അടുത്ത ഇൻ്റർവ്യൂ ബോർഡിൽ 14 പേര്. ആ രീതിയിൽ 2 ഇൻ്റർവ്യൂ ബോർഡ് 16-ാം തീയതി എടുക്കുന്നുണ്ട്. ആഫ്റ്റർനൂൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 10 പേര്. ഇത് കണ്ടോ, ഇത് AE ബൈ ട്രാൻസ്ഫർ കണ്ടോ, അതിൻ്റെ ഇൻ്റർവ്യൂവും വന്ന് നടക്കുന്നുണ്ട്. അത് നമ്മുടെ അല്ല, ഇത് നമ്മുടെ റെഗുലറിൻ്റെ ഇൻ്റർവ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക 16-ാം തീയതി. ദെൻ 17-ാം തീയതിയും ഇതേപോലെ 2 ഇൻ്റർവ്യൂ ബോർഡുകൾ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, 15 പേര് രാവിലെ 2 ബാച്ച്. ദെൻ ആഫ്റ്റർനൂണ് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ 10 പേര്. ദെൻ 10 പേര് കണ്ടോ, 17-ാം തീയതി. ഇനി 18-ാം തീയതിയും നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. 18-ാം തീയതി നോക്കുന്ന സമയത്ത് രാവിലെ 15 പേര്. ദെൻ ആഫ്റ്റർനൂൺ സെഷനിൽ 10 പേരുണ്ടാവും കണ്ടോ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. ആഫ്റ്റർനൂൺ സെഷനിൽ 10 പേര്, ബാലൻസ് ഇല്ല അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും 18-ാം തീയതിയോട് കൂടിയിട്ട് ഈ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവുകയാണ്. ബാക്കി 0 കണ്ടോ, ബാലൻസ് നില്ലെന്ന് കൊടുത്തിട്ടുണ്ടോ. അങ്ങനെ KSEB Aയുടെ ഇൻ്റർവ്യൂ ഒക്ടോബർ 18ഓട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് റാങ്ക് ലിസ്റ്റ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേറെ സാങ്കേതികത്വങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒക്ടോബർ മാസം അവസാനം തന്നെ നമുക്ക് ചിലപ്പം റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. സാധാരണ ഒരു 2 ആഴ്ചക്കുള്ളിലൊക്കെ വരാറുണ്ട് കേട്ടോ. മുമ്പത്തെ എക്സാമുകളൊക്കെ വെക്കുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ വരാറുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നവംബർ മാസത്തിലോ ഒക്കെ ആയിട്ട് നമുക്കതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതിൻ്റെ ബയോഡാറ്റ ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ചും അതേപോലെ അഡ്വൈസ് മെമ്മോ വരുന്നതിനെക്കുറിച്ചും, അഡ്വൈസ് മെമ്മോ എങ്ങനെയാണ് ഉണ്ടാവുക, ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാനത് ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ. അത്രമാത്രമേ ഉള്ളൂ. കുറേയധികം ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ടായിരുന്നു, സാർ എപ്പോഴാണ് തീരുക, ഇത് ഇങ്ങനെ നീണ്ടു പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതിന് ഒരു ആൻസർ കിട്ടി. നീണ്ടു പോവില്ല, ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്